ഞാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഞാനെന്തോ ഇങ്ങനെ സച്ചേട്ടാ. എടോ, താൻ ഇങ്ങനെ ആയതുകൊണ്ടാ എനിക്ക് തന്നോട് ഇത്ര ഇഷ്ടം. ഞാൻ തൻ്റെ ഭർത്താവാണ്. അതായത് തൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേരുന്നയാൾ. ആ ഞാൻ കാരണമെങ്കിലും താൻ കരയരുതെന്ന് എനിക്കുണ്ട്. പലപ്പോഴും എൻ്റെ ആ നിർബന്ധം എനിക്ക് പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നെങ്കിലും ശരിയാവുമായിരിക്കും. നിങ്ങളിരിക്കെ, ഞാൻ ഈ കടയിലൊന്ന് അന്വേഷിച്ചിട്ട് വരാം. വീട് പറഞ്ഞു തന്നു. പക്ഷേ ഈ ബാസ്റ്റൻ എന്ന് പറയുന്ന ആള് അവിടെ എപ്പോഴും കാണാറില്ലെന്നാ പറയുന്നത്. പിന്നെ അവരുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ബാസ്റ്റൻ ചില്ലറ കക്ഷിയൊന്നും അല്ലെന്ന്. എന്തായാലും നമുക്ക് നോക്കാം. ആരാ? ബാസ്റ്റിൻ അല്ലേ? അതെ, ബാസ്റ്റിൻ തന്നെ. എന്താ കാര്യം? നിങ്ങളെന്ന് പരുങ്ങുന്നത് എന്തിനാ? ധൈര്യമായിട്ട് കാര്യം പറയേ. ആരെയാ തട്ടേണ്ടത്? അതോ കയ്യും കാലും എടുത്താൽ മതിയോ? ഇവിടെ ഏത് സൈസും എടുക്കും. ആളുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? ബാസ്റ്റിനെ, ഞങ്ങൾ അതിനൊന്നും അല്ല വന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയണമായിരുന്നു. കുറച്ചു നാൾ മുമ്പ് ഒരു ട്രാവലർ മോഷ്ടിച്ച് ബാസ്റ്റിൻ ഒരു കൊലപാതകം നടത്തിയിട്ടില്ലേ? അബ്ദുൽ ഖാദർ എന്ന ഡോക്ടറിന്റെ. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത്. ആ, അത് ശരി. സാറ് പോലീസാ? ഏയ്, പോലീസൊന്നുമല്ല. ഈ നിൽക്കുന്ന സന്ധ്യ ഡോക്ടർ ഭർത്താവാണ് മരിച്ച അബ്ദുൽ ഖാദർ. ബാസ്റ്റിനെ കൊണ്ട് ആരോ അത് ചെയ്യിപ്പിച്ചതാണെന്ന് ഞങ്ങൾക്കറിയാം. അതാരാണെന്ന് മാത്രം ബാസ്റ്റിൻ പറഞ്ഞാൽ മതി.
ഇത് പറയുന്നത് കൊണ്ട് ബാസിന് യാതൊരു കുഴപ്പവും വരത്തില്ല. ഉറപ്പാ. സാറ് ഈ പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് പോ. കഴിഞ്ഞതൊന്നും ബാസ്റ്റിന് ഓർത്ത് വയ്ക്കാറില്ല. പോ. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് അതറിയാതെ എങ്ങനെ പോവാനാ? അപ്പോ സാറ് രണ്ടും കൽപ്പിച്ച ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ഈ സ്ഥലം അല്പം പെശ കുടിച്ച സ്ഥല. കൂടുതൽ ഷോറക്കാൻ നിന്ന 3 എണ്ണം ഈ കോളനിക്ക് പുറത്തു പോവില്ല. ട്രാവലർ മോഷ്ടിച്ചതും കാറിൽ കൊണ്ട് ചിടിച്ചതും ഞാൻ തന്നെയാ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിന്നെയൊക്കെ എല്ലാത്തിനും ഞാൻ പൂളിക്കളയും കേട്ടോടി. സന്ധ്യ അത് വീഴുവോ? അങ്ങോട്ട് വാ. അർച്ചന, ഇനി ഇവിടെ നിൽക്കുന്ന അവതാ. വാ, നമുക്ക് പോവാം. ആരാണിങ്ങോട്ട്? ചേച്ചി ആലോചിക്കുന്നത് കാണാനാണോ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? എന്താ കാര്യമെന്ന് പറയേ. പറയാം. അതിനു മുമ്പ് എനിക്കൊരു കോള് വരാനുണ്ട്. ആ കോള് വന്നതിന് ശേഷം പറയാം. ആ വന്നു. ആ എന്തായി? മേഡം പറഞ്ഞ പണി കൃത്യമായിട്ടും വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. കുത്തിമലത്തിയിട്ടിട്ടുണ്ട് ഞാൻ. ജീവിച്ചിരുന്നാലല്ലേ അവൻ ആരോടെങ്കിലും എല്ലാം പറയുന്നുള്ള പേടി വേണ്ടു. കുറച്ച് താമസിച്ചിരുന്നേ അവര് 3 പേരും കൂടെ അവനെ കൊണ്ട് സത്യം മുഴുവൻ പറയിപ്പിച്ചനെ. ആ എന്തായാലും മാഡം പറഞ്ഞു വിട്ട സമയം കൃത്യമായിരുന്നു. ആ ഇനി നാട്ടുകാരും പോലീസൊക്കെ കൂടുന്നതിന് മുമ്പ് ഞാനിവിടുന്ന് പൊയ്ക്കോട്ടെ മാഡം. നീ പൊയ്ക്കോ, നിന്നെ ഞാൻ വിളിച്ചോളാം. ആ ശരി മാഡം. എന്താ ചേച്ചി, ഇനിയെങ്കിലും എന്താ കാര്യം എന്നോട് പറയേ. കാര്യം എത്രേ ഉള്ളൂ.
അവന്തികയുടെ കെയർ ഓഫിൽ ഒരു മരണം കൂടി. കാലന്റെ കയ്യിൽ നിന്ന് ആയുസിന്റെ കണക്ക് പുസ്തകം ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങ് വാങ്ങും. സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാനിറങ്ങിയ ചിലരെ ഞാൻ ആ പുസ്തകത്തിൽ അങ്ങ് എഴുതി ചേർക്കും. അങ്ങനെ ഇന്നൊരാളുടെ പേര് കൂടി ഞാൻ എഴുതി ചേർത്തു. ആരാ ചേച്ചി? ആരാണ്? ആളെ പറഞ്ഞാ നിനക്കറിയില്ല. അബ്ദുൾ ഖാദറിന്റെ മരണത്തിൽ എന്നെ സഹായിച്ച ആളാ. നിയോഗം എന്റേതായിരുന്നു, എങ്കിലും ചെയ്തതവനാ. ബാസ്റ്റിൻ. ആ കേസ് ഇപ്പൊ പോലീസ് വലുതായി അന്വേഷിക്കുന്നില്ലല്ലോ ചേച്ചി. പിന്നെ കൊല്ലണമായിരുന്നു അയാളെ. അന്വേഷണം പോലീസ് മാത്രമല്ലേ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചുള്ളൂ. നെല്ലിശ്ശേരിയിലെ 3 അംഗ അന്വേഷണ സംഘം ചെകഞ്ഞ് അവന്റെ വീട്ടുമുറ്റത്ത് വരെ എത്തിയെന്ന്. അവന്തിക എന്ന അവന്റെ നാവിൻ തുമ്പത്തെ പേര് നന്ദനും സന്ധ്യയും അർച്ചനയും കേട്ടാ പിന്നെ ഞാൻ പറയണ്ടല്ലോ. അതിനു മുമ്പ് ഞാൻ അവനെ അങ്ങ് അവസാനിപ്പിച്ചു എന്ന് മാത്രം. ചേച്ചി എങ്ങനെ അറിഞ്ഞു അവര് 3 പേരും അവിടെ എത്തുമെന്നുള്ള കാര്യം? അതൊക്കെ അറിഞ്ഞു. അവര് ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കും. എനിക്കറിയാം നന്ദനും സന്ധ്യ അർച്ചനയും ചിന്തിച്ച ഏതുവരെ ചിന്തിക്കുമെന്ന്. വൈകിട്ട് അടുത്തുള്ളൊരു പള്ളി വരെ പോണം. ബാസ്റ്റിന് വേണ്ടി ഒരു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണം. അകത്തോട്ട് വരാലോ അല്ലേ? അല്ലെങ്കിൽ തന്നെ എനിക്കകത്തേക്ക് വരാൻ എന്തിനാ നിന്റെ സമ്മതം? വലിയൊരു അപകടം നടന്ന ഈ വീട്ടിൽ ആരും സമാധാനം ഇല്ലാതെ ഉറക്കളച്ചിരിക്കുമ്പോ മോള് സുഖമായിട്ട് ഉറങ്ങാൻ പട്ടുമെത്ത റെഡിയാക്കാണോ? ആ, അല്ലെങ്കിൽ തന്നെ നിനക്കെന്ത് സമാധാനക്കേട്? ഇവിടെ എന്ത് നടന്നാലും നീ പരിശുദ്ധിയായി മാറി എല്ലാരെയും കയ്യിലെടുക്കുന്നതാണല്ലോ നിന്റെ ശീലവും നിന്റെ അതിബുദ്ധിയും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നീയൊന്ന് അടങ്ങർച്ചനെ. ഞാൻ പറഞ്ഞു തുടങ്ങിയതല്ലേ ഉള്ളൂ. ആ, വെറുതെ ഒരു കൗതുകം. ഒരു കാര്യം അറിയാഞ്ഞിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. അതാ ഈ നേരം നോക്കി സച്ചിയില്ലാത്ത തക്കം നോക്കി വന്നത്. എന്ത് കാര്യം നിങ്ങൾക്ക് അറിയേണ്ടത്? ചോദിക്ക, ഞാൻ അതിന് വ്യക്തമായിട്ട് ഉത്തരം പറയാം. എങ്കിൽ സന്തോഷം. എനിക്ക് ഒരേ ഒരു കാര്യം അറിഞ്ഞാ മതി. നീ എന്തിനായിരുന്നു കേക്കിൽ വിഷം വെച്ച് നിന്റെ ഭർത്താവ് അടക്കം എല്ലാരെയും കൊല്ലാൻ നോക്കിയത്? നെല്ലിശ്ശേരിയുടെ കണക്കില്ലാത്ത സ്വത്തിനാണോ അതോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യേയില്ല. കൊള്ളാം, നിന്റെ അഭിനയം മെച്ചപ്പെട്ട് വരുന്നുണ്ട്. തെളിവുകൾ ഇങ്ങനെ കൺമുന്നിൽ ഉണ്ടായിട്ടും നീയല്ല ചെയ്തേന്ന് പറയണമെങ്കിൽ കുറച്ചൊന്നും അല്ല ആത്മവിശ്വാസം ഉള്ളത്. ആ ആത്മവിശ്വാസം എവിടെ നിന്ന് കിട്ടുന്നു എനിക്കറിയാം. മകളെ പോലെ ചേർത്ത് പിടിച്ചു നിർത്തുന്ന സേതുമാധവൻ എന്ന ഗ്രഹനാഥൻ, ഭാര്യയാണ് ലോകം എന്ന് കരുതുന്ന സച്ചി, പൊക്കിൾക്കൊടി ബന്ധമില്ലാതെ ഏട്ടത്തി എങ്ങനെയാ അമ്മയാകുന്നതെന്ന് കാണിച്ചു തരുന്ന സന്ദീപ്, സ്വന്തം ഏട്ടനേക്കാളും വാത്സല്യം ചൊരിഞ്ഞു ചൊരിഞ്ഞു തരുന്ന ഭർത്താവിന്റെ ഏട്ടനൊക്കെ നീ പറഞ്ഞത് വിശ്വസിക്കുമായിരിക്കും. എന്നാലേ ഞാനത് തൊള്ള തൊടാതെ വിഴുങ്ങാൻ സേതുമാധവനല്ല എന്റെ തന്ത. എല്ലാരെയും ഒറ്റയടിക്ക് തീർത്ത ശേഷം ജീവനോടെ ഇരിക്കുന്ന നിനക്ക് നെല്ലിശ്ശേരി വീടും ഇട്ടുമൂടാനുള്ള സ്വത്തുക്കളും നിന്റെ നിലവാരത്തിനനുസരിച്ച് നീ ചിന്തിച്ച് നടപ്പാക്കാൻ നോക്കിയത് വലിയ മണ്ടത്തരായിപ്പോയി അർച്ചന. വലിയ മണ്ടത്തരം. നിനക്കങ്ങനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ? ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നല്ലോ. എല്ലാവരെയും കൊല്ലുക, എല്ലാം പിടിച്ചടക്കുക, ഈ ഉദ്ദേശത്തോടു കൂടി ഒരു കൂരയ്ക്ക് കീഴെ 2 പേരുള്ളപ്പോ നീ ഒറ്റയ്ക്ക് ഇതിനെ ഇറങ്ങിത്തിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഈ പറഞ്ഞതൊക്കെ അവന്തിക ചെയ്യുമായിരിക്കും, അർച്ചന ചെയ്യില്ല. അവന്തികയെ കൊണ്ട് ചെയ്യിക്കാനും സമ്മതിക്കില്ല. വിശ്വസിച്ചു.
അർച്ചന എന്നുള്ള എന്റെ അനിയത്തി ഇതൊന്നും ചെയ്യില്ല എന്ന് ഏടത്തി അങ്ങ് വിശ്വസിച്ചു. ഇനി വിശ്വസിക്കേണ്ടതേ പോലീസും കോടതിയൊക്കെയാ. കേക്ക് ഓർഡർ ചെയ്തത് നീ, കൊണ്ടുവച്ചതോ എടുത്തോണ്ട് വന്നതും നീ, അത് കഴിക്കാതിരുന്നതും അനിയത്തിയും കഴിക്കാൻ സമ്മതിക്കാതെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടതും നീ. ഇതൊക്കെ ഇങ്ങനെ സാഹചര്യ തെളിവുകളായി മുന്നിൽ വരിയായി നിൽക്കുമ്പോ ഞാൻ വിശ്വസിച്ചതുപോലെ പോലീസും കോടതിയൊക്കെ വിശ്വസിക്കോ മോളെ? ഞാൻ നിന്റെ മുമ്പിൽ പറഞ്ഞ ഇത്രയും തെളിവുകൾ മതി കൊലപാതക ശ്രമത്തിന് ഇരുമ്പഴിക്കുള്ളിൽ കിടക്കാൻ. എല്ലാരെയും രക്ഷിച്ചു എന്ന് പറയുന്ന നീ തന്നെ ഇവിടുന്ന് കൈവിലങ്ങുമായി ഇറങ്ങിപ്പോണ്ട അവസ്ഥയിലാണല്ലോ മോളെ. നാളെ പോലീസ് വരും. ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാവും അവരും പറയുക. അതുകൊണ്ട് ഇന്നൊരു രാത്രി കൂടി നീ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങ്. നാളെ നീ ഇവിടുന്ന് പടി ഇറങ്ങുന്ന ദിവസാ. പൊൻകിരീടം വെച്ച് നെല്ലിശ്ശേരിയിലെ മഹാറാണിയാവാൻ കൊതിച്ച നിന്റെ കയ്യിൽ ഇരുമ്പ് വിലങ്ങ് വീഴുന്ന ദിവസം. വരണം. മാഷും കമലേച്ചി എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എല്ലാവരും ഒന്ന് കാണുകയും വേണം. സേതുവിനോടും നന്ദനോടും ഒരു കാര്യം പറയുകയും വേണം. അതിന് വന്നതാ. അതിനെന്താ, എന്തായാലും അകത്തേക്ക് വരണം. ആദ്യം ഒരു ചായ കുടിച്ചിട്ടാവാൻ സംസാരം. ആയിക്കോട്ടെ. മോളിവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നമ്മേ. അച്ചു, എല്ലാരും നിങ്ങളെപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞു, കണ്ടു. ഇനി എന്നോട് അച്ഛനോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ, അത് പറഞ്ഞാട്ടെ. അത് എന്താ മാഷേ, എന്താ കാര്യം? എന്താമ്മേ, എന്തായാലും പറയൂ. ഞങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് വല്ലതും ആണെങ്കിൽ അർച്ചനയോടോ ആതിരയോടോ പറഞ്ഞാലും മതി. ബുദ്ധിമുട്ടാവുമെന്ന് ചെറിയൊരു സംശയമുണ്ട്. എങ്കിലും സേതുവിനോട് തന്നെ സംസാരിക്കണം. അത് വേറൊന്നുമല്ല സേതുട്ടാ. അന്ന് നിങ്ങൾ അനൂപിനൊരു ജോലി കൊടുത്തില്ലായിരുന്നോ? അന്ന് അവനത് വേണ്ടാന്ന് പറഞ്ഞിരുന്നു. മറ്റൊരു കമ്പനിയിൽ ജോലി കിട്ടുമെന്നേ വലിയ പ്രതീക്ഷയിലായിരുന്നു അവൻ. പക്ഷെ അവനാ ജോലി കിട്ടിയില്ല. അന്ന് സേതുവേട്ടനും നന്ദനും പറഞ്ഞ ആ ജോലി അവന് ഇപ്പൊ കൊടുക്കാൻ പറ്റുമോ? ഇതാണോ ഇത്ര നേരം നിങ്ങൾ പറയാൻ മടിച്ചിരുന്ന കാര്യം? അന്ന് പറഞ്ഞ ജോലി പുതിയ ഗാർമെന്റ്സിലേക്കായിരുന്നു. അതിന് ഇനി 1-2 മാസങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ കമ്പനിയിൽ അനൂപിനൊരു ജോലി കൊടുക്കാം. നാളെ എങ്കിൽ നാളെ അനൂപിന് ജോയിൻ ചെയ്യാം. എന്താ പോരെ? ഇത് പറയാൻ മാഷും കമലേച്ചിയും ഇതുവരെ വരേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. ഒരു ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നേരിട്ട് നിങ്ങളോട് ചോദിക്കാമെന്ന് കരുതി. അതല്ലേ അതിന്റെ ശരി. അനൂപേട്ടൻ ഇനി എതിർപ്പൊന്നും പറയില്ലല്ലോ അല്ലേ അച്ഛാ? ഏയ്, ഞാനും കമലയും സംസാരിച്ച് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അവൻ അങ്ങനെ ഒരു പ്രകൃതക്കാരനാ. മുന്നും പിന്നും നോക്കാതെ എടുത്തിയാളും.
പറയാനുള്ളത് എവിടെയും ആരോടും പറയും. അത് നല്ലതാണെങ്കിലും ചില സമയത്ത് ദോഷങ്ങളുണ്ടാക്കും. കേസിന്റെ കാര്യം എന്തായി? ഞങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് SP സാറ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. പിന്നീടൊന്നും അറിഞ്ഞില്ല. അന്വേഷണം നടക്കുന്നുണ്ട്. ഉടനെ പ്രതിയെ കണ്ടെത്താൻ പറ്റുമെന്നാ SP പറയുന്നത്. ആഹാ, നിങ്ങളെപ്പോ വന്നു? കുറച്ചു നേരേ ആയുള്ളൂ. കേസിന്റെ കാര്യം എന്തായെന്ന് അറിയാൻ വേണ്ടി വന്നാണോ? അങ്ങനെയൊന്നുമല്ല, സേതുവേട്ടനോടൊന്ന് സംസാരിക്കണമെന്ന് കരുതി വന്നതാ. പിന്നെ മക്കളെ ഒന്ന് കാണാലോ, അതിന്റെ കൂടെ കേസ് എന്തായി എന്നൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. കേസിന്റെ കാര്യമാണെങ്കിൽ ഞാൻ പറയാം.